ദത്തേട്ടാ. മിത്ര അവൻ്റെ കവിളിലൊന്ന് തലോടി. അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അത് അത് ശ്രീ, ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എന്നെ എന്നെ ആര് പഠിപ്പിക്കാനാ? അവൻ പരിഭ്രമത്തോടെ പറഞ്ഞു. പിന്നെ എന്നോട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കണതോ? അവൾ വീണ്ടും ചോദിച്ചു. അവൻ ദയനീയമായി അവളെ നോക്കി. പ്ലീസ് ശ്രീ, ഒന്ന് നിർത്ത്. ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ നിന്നോട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോ? എനിക്കത് ഓർമ്മ പോലുമില്ല. എനിക്കറിയില്ല. ഒന്നും അറിയാൻ വേണ്ട. അവൻ്റെ ശബ്ദമൊന്നിടറി. പക്ഷെ എന്തിന്? അവൾക്ക് അറിയുമായിരുന്നില്ല. സോറി, ഇനി ചോദിക്കില്ല, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നിരുന്നു. അവൻ മിടിക്കുന്ന ശബ്ദം അവളുടെ കർണപടത്തിൽ തുളച്ചു കയറുന്നതുപോലെ. അതിനു മാത്രം എന്തുണ്ടായി? അവൾ ചിന്തയോടെ അങ്ങനെ തന്നെ ഇരുന്നു. ദത്തേട്ടാ. കാറ്റുപോലുള്ള ശബ്ദത്തിൽ അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ മൂളി. ദത്തേട്ടൻ്റെ കയ്യിൽ എവിടെന്നാ അത്രയും പണമൊക്കെ? എനിക്കന്ന് അത്രയും പണം തന്നത് ദത്തേട്ടനല്ലേ? അതെവിടെന്നാ? അവൾ പതിയെ ചോദിച്ചു. അവൻ്റെ മുഖത്ത് മറ്റെന്തോ ഭാവം, ഒരു തരം കല്ലിച്ച ഭാവം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അവനെ തന്നെ നോക്കി, കണ്ണുകൾ ചിമ്മുക പോലും ചെയ്യാതെ. നീ എന്നിൽ നിന്നും ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. നീ എത്രയൊക്കെ ഇല്ലാന്ന് പറഞ്ഞാലുണ്ട്, എനിക്കതറിയാം. പക്ഷേ അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ അവളെ തറപ്പിച്ചു നോക്കി. അവൾ പകപ്പോടെ അവനിൽ നിന്നും കണ്ണു മാറ്റി. നീ എന്നോട് എന്നതെല്ലാം തുറന്നു പറയുന്നോ? അന്ന് നീ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഞാൻ തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ആ ചുണ്ടിലൊന്ന് ചുംബിച്ച് അവൻ അവളെ എടുത്ത് ബെഡിലേക്ക് ഇരുത്തി. അവൾ അപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ നിലത്തു നിന്ന് അവളുടെ വസ്ത്രങ്ങളെല്ലാം പെറുക്കിയെടുത്ത് അത് അവൾക്കടുത്തേക്ക് വെച്ചു കൊടുത്തു. അവൾ അപ്പോഴും അവനെ അതുപോലെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു വന്നു. അവൾ അവനെ പിടച്ചിലോടെ നോക്കി. അഴിക്കാൻ മാത്രമേ എനിക്ക് അറിയാവൂ പെണ്ണെ, ഉടുപ്പിച്ചു തരാൻ അറിയില്ല എന്ന് കരുതി ഇങ്ങനെ തന്നെ എൻ്റെ മുന്നിലിരുന്ന് എൻ്റെ കൺട്രോൾ കളഞ്ഞുണ്ടല്ലോ. ഒരു കണക്കിനെ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നോവിച്ച് കളയും ഞാൻ നിന്നെ. അവൻ അവളുടെ ചെവിയിലൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ നഗ്നമായ മാറിൽ കൈയമർത്തി. അവൾ പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി. അവൻ കുറുമ്പോടെ അവൻ മാറിലമർത്തിയ അവൻ്റെ കയ്യിൽ അമർത്തി ചുംബിച്ചു. അവളുടെ മുഖത്ത് വീണ്ടും ചുവപ്പ് പടർന്നു. ഉഫ്, ഇനി ഇങ്ങനെ ചുവന്നിരിക്കില്ലടി ഭാര്യയെ. നിന്റെ കെട്ടിയവന് തീരെ കൺട്രോളില്ലടി. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനൊന്നും എൻ്റെ മുന്നിൽ കാണിച്ച് ഈ പിഞ്ചു മനസ്സിനെ പ്രലോഭിപ്പിക്കല്ലേ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ നാണത്തോടെ ചിരിച്ചു. അത് കണ്ട് അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ സാരി തന്നെ ഉടുത്താൽ മതി കേട്ടോ, അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് ടേബിളിൽ നിന്നും അവൻ്റെ ഷർട്ടെടുത്ത് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നതും നോക്കി അവൾ നാണത്താൽ കലർന്ന പുഞ്ചിരിയോടെ പുതപ്പ് കൊണ്ട് മുഖം പൊത്തി. മിത്ര നല്ല സന്തോഷത്തിലാണ്. ശിവയുടെ ബുള്ളറ്റിൽ അവന് പുറകിലിരുന്ന് അവൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അച്ഛനെ കാണാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവൾ. മഴ തോർന്നതുകൊണ്ട് തന്നെ നേരിയ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റിൽ അവളുടെ മുടി മുഖത്തേക്ക് പാറി വീഴുന്നുണ്ട്. അവൾ അവ വകഞ്ഞു മാറ്റി പുറകിലേക്കിട്ടു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. മിററിലൂടെ അവളെ നോക്കിയ ശിവയുടെ മുഖം തെളിഞ്ഞു. അവൾ സന്തോഷത്തിലാണ്. അവൻ്റെ ചുണ്ടുകളും ഒന്ന് വിടർന്നു. ഒരു ബേക്കറിയുടെ മുന്നിലെത്താറായതും അവൻ ബൈക്ക് നിർത്തി. മിത്ര സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങ്, അവൻ പറഞ്ഞു. അവൾ തല കുലുക്കിക്കൊണ്ട് പതിയെ താഴെ ഇറങ്ങി. ശിവ വണ്ടിയിൽ നിന്നും ഇറങ്ങി മുണ്ട് മടക്കി കുത്തി. മിത്ര അപ്പോഴും അവനെ നോക്കുകയാണ്. വാ. അവൻ അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. എങ്ങോട്ടാ ദത്തേട്ടാ? അവൾ സംശയം ചോദിച്ചു. നിന്റെ വീട്ടിലേക്ക് പോവല്ലേ? വെറും കൈയോടെ പോകുന്നത് എങ്ങനെയാ? എന്തെങ്കിലും വാങ്ങിക്കാം, അവൻ പറഞ്ഞു. ഏയ്, ഒന്നും വാങ്ങൊന്നും വേണ്ട ദത്തേട്ടാ, അച്ഛയ്ക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. മിണ്ടാതെ എൻ്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വാ. അവളെ കൂർപ്പിച്ചു നോക്കി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് ബേക്കറിയിലേക്ക് കയറി. മിത്ര പിന്നീട് ഒന്നും മിണ്ടിയില്ല. അവൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. അവൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. ചുറ്റും നോക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ ചില്ലുകൾക്കുള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന ഡയറി മിൽക്ക് പാക്കിലേക്ക് പോയി. അവൾക്ക് അത് നുണയാൻ കൊതി തോന്നി. ശിവ സാധനങ്ങൾ വാങ്ങി ബില്ല് പേ ചെയ്യുമ്പോഴാണ് ആരോ ഷർട്ടിൽ ചുരണ്ടുന്നത് പോലെ അവന് തോന്നിയത്. അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. മിത്രയാണ്. എന്തേ? അവൻ ചോദിച്ചു. എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിത്തരുമോ? അവൾ കൊതിയോടെ ചോദിച്ചു. അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവൾ ഡയറി മിൽക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. ഡയറി മിൽക്ക് ഇത് വാങ്ങിത്തരൂ എനിക്ക്? അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൻ അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കി. അവൾ അവൻ്റെ മറുപടി അറിയാൻ അവനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. പിന്നെ നീ എന്ത് ഉള്ള കുഞ്ഞോ ഡയറി മിൽക്ക് കഴിക്കാൻ? ഒന്ന് പോയവണ്ണേ. അവളുടെ ഒരു ഡയറി മിൽക്ക്.
അവൻ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ മുഖം മങ്ങിപ്പോയി. കുട്ടികൾ മാത്രമൊന്നും അല്ലല്ലോ ഡയറി മിൽക്ക് കഴിക്കുന്നത്. അവൾ മുഖം വീർപ്പിച്ചു. അടുത്ത് ബേക്കറി ഉടമ അവളുടെ സംസാരം കേട്ട് ചിരിക്കുന്നുണ്ട്. ശിവ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. ദേ പെണ്ണെ, മര്യാദയ്ക്ക് ഇതും കൊണ്ട് വണ്ടിയുടെ അടുത്ത് പോയി നിൽക്ക്. ഞാൻ ബാക്കി പൈസ വാങ്ങിയിട്ട് വരാം. അവളുടെ ഒരു ഡയറി മിൽക്ക്. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ അടങ്ങിയ കവർ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവൾ മൂളിക്കൊണ്ട് അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. എന്താടി? അവൻ സംശയത്തോടെ ചോദിച്ചു. 10 രൂപയുടെ മതി തത്തേട്ടാ, എനിക്ക് കൊതിയായിട്ടാ. അവൾ വീണ്ടും പറഞ്ഞു നോക്കി. അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞു മുന്നോട്ട് നടന്നു. അവളുടെ വീർത്ത മുഖം കണ്ട് അവന് ചിരി വന്നെങ്കിലും അവനത് ഒതുക്കിക്കൊണ്ട് അവളെ നോക്കി. ശ്രീ, സൂക്ഷിച്ചു നടക്കുമെണ്ണേ, ആ സാരി ഒന്ന് പൊക്കി പിടിക്ക്, വീഴും നീ. അവൾ അവനോടുള്ള ദേഷ്യത്തിന് സാരി നോക്കാതെ വലിഞ്ഞു നടക്കുന്നത് കണ്ട് അവൻ വെപ്രാളത്തോടെ പറഞ്ഞു. അവൾ മുഖം തിരിച്ച് അവനെ നോക്കി ചുണ്ടുകോട്ടി സാരി അല്പം ഉയർത്തിപ്പിടിച്ചു. അവൻ ചിരിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കടക്കാരനോട് ഒരു ഡയറി മിൽക്ക് ഫാമിലി പാക്ക് കൂടി പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ അവനത് എടുത്തു കൊടുത്തു. അവൻ ബില്ല് പേ ചെയ്ത് അത് അവൾ കാണാത്ത രീതിയിൽ അവൻ്റെ ഡ്രസ്സിനുള്ളിൽ മറച്ചു വെച്ച് അവൾക്കടുത്തേക്ക് നടന്നു. ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി. മിത്ര അവൻ്റെ ബുള്ളറ്റിലേക്ക് കവറ് കയറ്റി വെച്ച് മുഖം വീർപ്പിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. പരിഭവത്തോടെ അവൾ എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട്. ശിവയ്ക്ക് ചിരി വന്നു. അവൻ അവൾക്കടുത്തേക്ക് നടന്നു. ബേക്കറിയുടെ സൈഡിൽ മൊത്തം കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർ അല്പം മാറിയാണ് അവരുടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നിട്ടും അവളുടെ കുട്ട പോലെ വീർപ്പിച്ചു വെച്ച കവള് അവന് കാണാം. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു. വാടി, വന്ന് വണ്ടി കയറ്. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു. മിത്ര ഒന്നും മിണ്ടാതെ സീറ്റിൽ നിന്നും കവറെടുത്ത് അത് അവളുടെ മടിയിൽ വെച്ച് അവൻ്റെ പുറകിൽ കയറിയിരുന്നു. അവനെ ചുറ്റിപ്പിടിക്കാതെ. ചുറ്റിപ്പിടിക്ക് ശ്രീ, അല്ലെങ്കിൽ താഴെ വീണു പോകും നീ, അല്ലെങ്കിൽ സാരിയാണ് വേഷം. അവൻ ബുള്ളറ്റ് ഓടിക്കുന്നതിനിടയിൽ അവളോട് ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. ഡി, ഞാൻ പറയുന്നത് കേട്ടോ നീ? അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു. പക്ഷെ അപ്പോഴും മുഖം വീർത്തു തന്നെ ഇരുന്നു. അവനൊരു ചിരിയോടെ വണ്ടി മുന്നോട്ട് ഓടിച്ചു. കുറച്ചു ദൂരം പോയി ഒരു ഇടവഴി എത്തിയതും ശിവ ബുള്ളറ്റ് നിർത്തി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇറങ്ങ്, അവൻ പറഞ്ഞു. അവൾ ഇറങ്ങാതെ ചുറ്റുമൊന്ന് നോക്കി. ഇതെന്താ ഇവിടെ? അവൾ നെറ്റി ചുളിച്ചു. ഇറങ്ങ് പെണ്ണേ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ താഴെ ഇറങ്ങി. അപ്പോഴും ചുറ്റും നോക്കി. ഇന്നാ. അവൻ ഡയറി മിൽക്ക് പാക്ക് എടുത്ത് അവളുടെ നേരെ നീട്ടി. മിത്ര വിടർന്ന കണ്ണുകളോടെ അതിലേക്ക് നോക്കി. ഇതെനിക്കാണോ? അവൾ വിടർന്ന കണ്ണോടെ ചോദിച്ചു. അല്ല, എനിക്ക്. വേണമെങ്കിൽ കഴിക്കുപുല്ലേ. അവൾ കൊഞ്ചുന്നു. അവൻ പല്ല് കടിച്ചു. വേണ്ട, ഞാൻ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ ദത്തേട്ടൻ വാങ്ങി തന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അതുമല്ല, ഇത് കഴിക്കാൻ ഞാൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. താൻ നേരത്തെ അവളെ കളിയാക്കിയ കാര്യമാണ് അവൾ പറയുന്നതെന്ന് അവന് മനസ്സിലായി. വേണമെങ്കിൽ കഴിച്ചോട്ടോ, അല്ലെങ്കിൽ ഞാനിത് ഇവിടെ വലിച്ചെറിയും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. ആഹാ, അത്രയ്ക്ക് അഹങ്കാരോ? അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അതെടുത്ത് വലിച്ചെറിയുന്നത് പോലെ കാണിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി. ശിവയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. അവൾ അത് പൊട്ടിച്ചു കഴിക്കുന്നത് അവൻ ബുള്ളറ്റിൽ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് നോക്കി. അവൾ കൊതിയോടെ അത് നുണയുന്നുണ്ട്. അവളുടെ ചുണ്ടിൻ കോണിലൂടെ ചോക്ലേറ്റ് ഒലിച്ചിറങ്ങുന്നത് കണ്ട് അവന് ചിരി വന്നു. തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ട് അവൾ കുറുമ്പോടെ നോക്കി. എന്താ, വേണോ? അവൾ അവനോട് ചോദിച്ചു. വേണം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്നാ. അവൾ അവന് നേരെ അത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെനിക്ക് വേണ്ട. അവനിൽ കള്ളച്ചിരി. പിന്നെ? അവൾ നെറ്റി ചുളിച്ചു. അവൻ പെട്ടെന്ന് അവളുടെ ഇടത് കൈയിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു. എന്താ? അവൾ അവനെ മിഴിച്ചു നോക്കി. ശിവ അവളുടെ മുഖം അവന് നേരെ താഴ്ത്തി പിടിച്ചു. മിത്രയുടെ കണ്ണിൽ അപ്പോഴും സംശയമാണ്. അവനൊന്ന് ഉയർന്നുകൊണ്ട് അവൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനു മുന്നേ അവളുടെ ചുണ്ടിൻ കോണിലേക്ക് അവൻ്റെ ചുണ്ടുമുട്ടിച്ച് നാവുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് നുണഞ്ഞെടുത്തു. മിത്ര പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അവൻ കുറുമ്പോടെ അവളെ നോക്കി. നീ ഇപ്പം കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് കഴിച്ചപ്പോൾ, അവൻ ഒറ്റ കണ്ണിറുക്കി കുറുമ്പോടെ അവളോട് പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ അവളുടെ മുഖം ചുവന്നു കയറിയെങ്കിലും അവളത് മറച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി. അവൻ അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു കൊടുത്തു. പരിചിതമല്ലാത്ത റോഡിലൂടെ അവൻ്റെ ബുള്ളറ്റ് പായുന്നത് കണ്ട് മിത്ര സംശയത്തോടെ അവനെ നോക്കി. അവളുടെ മുഖത്തെ സംശയം അവനും കണ്ടിരുന്നു. എങ്ങോട്ട് പോവാ ദത്തേട്ടാ? എൻ്റെ അച്ഛയെ കാണാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കായിരുന്നോ? അവളുടെ ശബ്ദമിടറി. ശിവ വയറിലിരിക്കുന്ന അവളുടെ കയ്യിൽ അവൻ്റെ കൈയൊന്ന് അമർത്തി. സങ്കടപ്പെടണ്ട, നിനക്കുള്ള ഉത്തരമെല്ലാം ഉടനെ കിട്ടും. അവൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ അവനെ കാര്യം മനസ്സിലാവാതെ നോക്കി.
മെയിൻ റോഡ് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഒരു ഇടവഴി കയറി രണ്ടാമത്തെ വീടിന് മുന്നിലെത്തിയതും അവൻ ബുള്ളറ്റ് നിർത്തി. ഇതെന്ത് ദത്തേട്ട ഇവിടെ? ഇവിടെ ആരാ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇറങ്ങ് ശ്രീ. അവൻ അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് കവറുമായി താഴെ ഇറങ്ങി. ചുറ്റും മതിലാണ്. മുന്നിലായി ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. മിത്ര മുന്നിൽ കാണുന്ന ആ ഒറ്റ വാർപ്പിട്ട വീട്ടിലേക്ക് സംശയത്തോടെ നോക്കി. അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് ചിരിച്ചു. ദത്തേട്ടാ, ആരാ ഇവിടെ? അവൾ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. മോളാ ഗേറ്റ് ഒന്ന് തുറന്നേ, ദത്തേട്ടൻ ബൈക്ക് അകത്തേക്ക് കയറ്റട്ടെ. അവൾ ചോദിച്ചതിന് ഉത്തരം പറയാതെ അവൻ പറഞ്ഞു. അവൾ തല കുലുക്കിക്കൊണ്ട് ഗേറ്റ് തുറന്നു. അകത്തേക്ക് വാ. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ ബുള്ളറ്റ് അകത്തേക്ക് കയറ്റി. മിത്ര തുറന്നു കിടക്കുന്ന ആ വീട്ടിലേക്ക് തന്നെ സംശയത്തോടെ ഉറ്റുനോക്കി. വണ്ടി നിർത്തി മുണ്ട് നേരെ പിടിച്ചിട്ട് ശിവ അവളുടെ അടുത്തേക്ക് നടന്നു. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അകത്തുനിന്ന് പിടിച്ചു നടന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് മിത്ര തറഞ്ഞു നിന്നു. ശിവയുടെ നോട്ടം അവളിൽ തന്നെ തങ്ങി നിന്നിരുന്നു. അയാൾ പുറത്തേക്കിറങ്ങി മുറ്റത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകളിലും പകപ്പാണ്. മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശിവയ്ക്ക് പാവം തോന്നി. ഒരു വേള അവൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. അവൻ അവളുടെ കയ്യിൽ നിന്നും കവറ് വാങ്ങി പിടിച്ചു. അവൾ അപ്പോഴും മുന്നിൽ നിൽക്കുന്ന അല്പം പ്രായം ചെന്ന ആ മനുഷ്യനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറച്ചു. അച്ഛേ! അവളൊരു തേങ്ങലോടെ വിളിച്ചുകൊണ്ട് അയാളെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ ചുംബിച്ചു. ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ആ അച്ഛൻ്റെ സ്നേഹത്തണലിൽ പതുങ്ങി നിന്നു. തുടരും.